തങ്ങളെ ബാപ്പ അംറു ഇബ്നുൽ ജമൂഹ് തങ്ങൾ കാലിന് മുടന്താട് നടക്കാൻ ബുദ്ധിമുട്ടാണോ? വയസ്സ് 70ന്റെ മേലെയാണ്. പക്ഷേ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തന രംഗത്ത് യുവത്വത്തിന്റെ പ്രസരിപ്പോടെ പ്രവർത്തിക്കണമെന്ന ചിന്തയല്ലാതെ ദുന്യാവിന്റെ ചിന്തകളൊന്നും കൽബിൽ കടന്നില്ല. ആ അംറു ഇബ്നുൽ ജമൂഹ് തങ്ങൾ ഉഹദ് യുദ്ധത്തിന് വേണ്ടി തന്റെ മക്കളായ മുആദും മുഅബ്ബിദും ഖല്ലാദും യുദ്ധത്തിന് ഇറങ്ങാൻ ഒരുങ്ങുന്ന വിവരം കേട്ടപ്പോ താനും അതാ ഒറ്റക്കാലിന്റെ മേലെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എനിക്ക് വന്ന് ദീനിനു വേണ്ടി പോരാടാമല്ലോ എന്ന ചിന്തയോട് ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഒരുക്കം കൂട്ടുന്നു. 3 മക്കളും വന്ന് ബാപ്പയോട് താണുകയാണ് പറയുന്നു, ബാപ്പാ നിങ്ങൾ യുദ്ധത്തിനിറങ്ങരുത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലാ അലൽ അർജി ഹറജുൻ, കാലിന് മുടന്തുള്ളവന് യുദ്ധത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങൾക്ക് 60-70 വയസ്സുണ്ടല്ലോ, നിങ്ങൾ യുദ്ധത്തിനിറങ്ങരുത്. ഇത് മക്കൾ വന്ന് പറയുമ്പോ സങ്കടമായി പോയി. എന്തിനാണോ സങ്കടം? ഈ ഇറങ്ങുന്നത് രാജ്യം പിടിച്ചിട്ട് ഇവിടെ ഭരിക്കാനല്ല, ഈ ഇറങ്ങുന്നത് ഇവിടെ സമ്പാദിക്കാനല്ല, സ്വർഗം സമ്പാദിക്കാനാണ്. ഒരുപാട് നിയമത്തുകൾ അല്ലാഹു വെച്ച സ്വർഗം, ആ സ്വർഗം അല്ലാഹുവിനെ കാണുന്ന ഭവനമാണ്, നബിയോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന ഭവനമാണ്. ആ സ്വർഗത്തിൽ എനിക്ക് എത്തണമെന്ന ഒരൊറ്റ ആശ കൊണ്ട് മുഅ്മിനേ നീ ചിന്തിച്ചിട്ടുണ്ടോ? സുബഹിക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ തയ്യാറില്ല. കളവ് പറയുന്നത് നിർത്താൻ തയ്യാറില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറില്ല. നമ്മുടെ സ്വന്തം ഭാര്യമാർക്ക് ശരീരം പൂർണ്ണമായി മറക്കാനുള്ള പർദ്ദ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറില്ല. മക്കളെ ദീനനുസരിച്ച് വളർത്താൻ തയ്യാറില്ല. സ്വർഗത്തിന് വേണ്ടി ശരീരം ബലിയർപ്പിക്കൽ പോകട്ടെ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് ചെലവഴിക്കാൻ തന്നെ നമ്മൾ തയ്യാറില്ല. എന്നാൽ ഈ മഹാനായ അംറു ഇബ്നുൽ ജമൂഹ് തങ്ങൾ സ്വർഗം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് ഒറ്റക്കാലുകൊണ്ട് വയസ്സായ താടിയും തലയും നിറച്ച ആ പ്രായം ചെന്ന കിഴവനായ സ്വഹാബി നൊണ്ടി റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നടന്നെത്തിപ്പോയി. നബിയേ, ഇന്ന ഔലാദി ഹൗലാ ഇന്ന അബ്നാഇ ഹൗലാഇ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ, ഒരു ഖൈറായ കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടി എനിക്ക് അല്ലാഹു അവസരം തന്നപ്പോ, സ്വർഗം സമ്പാദിക്കാൻ ഒരു അവസരം തന്നപ്പോ, ഞാൻ യുദ്ധത്തിനിറങ്ങുമ്പോ എന്റെ മക്കൾ എന്നെ തടഞ്ഞു വെക്കുന്നു നബിയേ. എന്റെ മക്കൾ എന്നോട് യുദ്ധത്തിന് പോകരുതെന്ന് പറയുന്ന നബിയേ, തങ്ങൾ എന്റെ മക്കളെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കണം നബിയേ. കാലിന് മുടന്തുള്ളത് കൊണ്ട് ഞാൻ യുദ്ധത്തിന് പോകേണ്ടതില്ലെന്ന് അള്ള പറഞ്ഞെന്നാണ് എന്റെ മക്കൾ പറയുന്നത്. നബിയെ, പടച്ചറബ് പറഞ്ഞത് ശരിയായിരിക്കും, എന്റെ മക്കൾ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ ഞാൻ എന്റെ മനസ്സിലുള്ള ഒരാശ എന്റെ പ്രിയപ്പെട്ട നേതാവിനോട് തുറന്നു പറയട്ടെയോ? വല്ലാഹി ഇന്നി ലഅർജു അൻ അതാബി ഉർജതി ഹാലിഹി അൽ ജന്ന. നബിയേ, എന്നെ യുദ്ധത്തിന് പോകുമ്പോ എന്റെ മക്കള് തടയുന്നത് പ്രായം കൂടുതലുള്ളത് കൊണ്ടല്ലേ, കാലിന് മുടന്തുള്ളത് കൊണ്ടല്ലേ. ഞാൻ പറയട്ടെ, നാളെ അവിടുന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോ, അവിടുന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് എന്റെ സ്നേഹിതന്മാരൊക്കെ സ്വർഗത്തിന് വേണ്ടി പടപുരുതി സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ഈ അംറു ഇബ്നുൽ ജമൂഹ് ആകുന്ന ഞാനും ആ സ്ഥലത്തുണ്ടാവുകയില്ലേ നബിയേ? എല്ലാവരും രോഗമില്ലാത്ത കാല് സ്വർഗത്തിൽ വെക്കുമ്പോ എന്റെ ഒരു കാലിന് രോഗമാണെന്ന് വെച്ച് എനിക്ക് സ്വർഗത്തിൽ കാല് വെക്കണ്ട നബിയേ. ഈ മുടന്തുള്ള കാലോടുകൂടിയെങ്കിലും എനിക്ക് ആ സ്വർഗത്തിൽ ഒന്ന് കാലെടുത്തു വെക്കാൻ എന്റെ മനസ്സിൽ ഞാൻ ആശിച്ചു പോയി നബിയേ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ കാലെടുത്തു വെക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങുമ്പോ എന്റെ മക്കൾ തടയുന്നതില്ലെന്ന് തങ്ങളൊന്ന് അവരെ നിർത്തിവെക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് മക്കളെ വിളിച്ചു പറഞ്ഞു പോയി, ലാ തഹ്ബിസൂ, നിങ്ങൾ തടയണ്ട മക്കളെ. ലഅല്ലല്ലാഹ യർസുഖുഹു ശഹാദ, അദ്ദേഹത്തിന് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തേക്കും, തടയല്ല. മഹാനായ സയ്യിദുനാ അംറു ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ അതാ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അല്ലാഹു
അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്ത് വിടാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിക്കുമ്പോ കിഴവനായ സ്വഹാബി, ചെറുപ്പക്കാരെ, നിനക്ക് സുബഹിക്ക് എഴുന്നേറ്റുകൂടല്ലേ? നിനക്ക് നിസ്കാരം കളാക്കാതെ നിസ്കരിച്ചുകൂടല്ലേ? സ്വന്തം ഭാര്യയ്ക്കൊരു പർദ്ദ വാങ്ങിച്ചു കൊടുത്തുകൂടല്ലേ? നിനക്ക് ഈ മഹാന്മാരെ കൂടെ പാവപ്പെട്ട എനിക്ക് സ്വർഗത്തിൽ കിടക്കണം, നിനക്കും സ്വർഗത്തിൽ കിടക്കണം. അവര് സ്വർഗം സമ്പാദിച്ചത് കണ്ടോ നീയും ഞാനും? അംറുബുൽ ജമൂഹ് തങ്ങൾ വയസ്സ് കണക്കിലെടുക്കാതെ, കാലിന്റെ രോഗം കണക്കിലെടുക്കാതെ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒറ്റക്കാലിന്റെ മേലെ ചാടി ചാടി യുദ്ധം ചെയ്യുന്നു. ഇസ്ലാമിന്റെ വിരോധികൾ അമ്പുകൾ വന്ന് ശരീരത്തിൽ തറച്ചു നിൽക്കുമ്പോൾ വാളിന്റെ മുനകൾ വന്ന് തട്ടിയിട്ട് രക്തം ഇങ്ങനെ ശരീരത്തിൽ നിന്നു, ആ കിഴവന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ രക്തം പമ്പ് ചെയ്യുമ്പോൾ ഉറക്കെ ഒരു വാക്ക് വിളിച്ചു പറയുന്നു, അത് ഖൽബിന്റെ അടിത്തട്ടിലുള്ള ആശയാണ് കേട്ടോ. ഇന്നി ലമുസ്താഖുൻ ഇലൽ ജന്ന, ഇന്നി ലമുസ്താഖുൻ ഇലൽ ജന്ന, ഇന്നി ലമുസ്താഖുൻ ഇലൽ ജന്ന. ശത്രുക്കളെ, നിങ്ങൾ വെട്ടിയിട്ടെന്ത് കാര്യം? അമ്പെയ്തിട്ടെന്ത് കാര്യം? കുത്തിയിട്ടെന്ത് കാര്യം? എന്റെ താടിയും തലയുമൊക്കെ നരച്ചതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കാലിന്റെ മുടന്തുള്ളതുകൊണ്ട് എന്നെ റബ്ബിന്റെ ദീനിന്റെ പ്രവർത്തനത്തിൽ മാറ്റി നിർത്താമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ദുന്യാവിന് വന്നവനല്ല കേട്ടോ. ഞാൻ എന്റെ മനസ്സിൽ സ്വർഗം ആശിച്ചവനാണ്, സ്വർഗം ആശിച്ചവനാണ്. എന്റെ ഈ മുടന്തുള്ള കാലോടുകൂടിയെങ്കിലും ആ സ്വർഗത്തിൽ കാലം എടുത്തു വെച്ചിട്ടല്ലാതെ ഞാൻ ഈ രംഗത്തു നിന്ന് പിന്നോട്ടില്ല. ലമുസ്താഖുൻ ഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് ആശവെച്ചവരാണ് കേട്ടോ. അംറുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ വിളിച്ചു പറയുന്നു. ഘോരമായ യുദ്ധം നടക്കുന്നു. അതാ ഇസ്ലാമിന്റെ വിരോധികളിൽ നിന്നൊരാൾ അംറുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ഉന്നം വെച്ചിങ്ങോട്ട് വന്നു. അക്കിഴവനായ സ്വഹാബി ഒറ്റക്കാലിന്റെ മേലെ ഒരു ചാട്ടം ചാടുമ്പോഴേക്ക് മറുഭാഗത്തുള്ളവന്റെ വാള് വന്ന് ശരീരത്തിൽ വീണുപോയി. അംറുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു രണ്ട് കഷ്ണമായി വീണുപോയി. ഒരു യുദ്ധത്തിൽ ഷഹീദായി മരിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊടിക്കീഴിൽ വരുമ്പോ അംറുബുൽ ജമൂഹ് തങ്ങൾ സന്തോഷത്തിലാണോ? പകലായ മുആദും സന്തോഷത്തിലാണ്, കൂട്ടുകാരായ സ്വഹാബത്ത് മുഴുവനും സന്തോഷത്തിലാണ്. ആ സ്വഹാബത്തിനെ പിന്തുടർന്നവരും അവരെ സ്നേഹിച്ചവരും നബിയെ സ്നേഹിച്ചവരെന്ന നിലക്ക് അവരുടെ കൂടെ സന്തോഷത്തിലാണ്. ആ സന്തോഷം സാധുക്കളായ നമുക്കും അല്ലാഹു അസാരം നൽകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ